नमस्ते बच्चों। आज हम मैंने कहा पेड़ कविता के सारांश देखेंगे। कैसे हम सारांश लिखते हैं। ठीक है, तो ये किसने लिखा है? अज्ञे जी ने लिखा है, तो हमें पता ही है। कवि पेड़ से बता रहा है, आंधी और बारिश की सामना करते हुए तुम सैकड़ों सालों से यहाँ रह रहे हो. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, സാരാംശ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. കവി പേട് സെ, കവിയാണ് പേടിനോട് ചോദിക്കുകയാണ്, ആന്തി और बारिश की सामना करते हुए तुम सैकड़ों साल से यहाँ रह रहे हो. ആന്തി, ആന്തി കൊടുങ്കാറ്റ്, ബാരിഷ് മഴ ഒക്കെ കൊണ്ടുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് കാലങ്ങളായി നീ ഇവിടെ നിലനിൽക്കുന്നു. സൂരജ് और चांद कई बार आते जाते हैं. സൂര്യനും ചന്ദ്രനും എത്രയോ പ്രാവശ്യം വന്നും പോയി കളിച്ചു. ഋതു ബദലെ, മൗസം ബദലെ, അങ്ങനെ സീസണും മാറി, കാലാവസ്ഥയും മാറി കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ തും അട്ടിക് രഹേ, നീ മാത്രം, നിന്നിൽ മാത്രം ഒരു മാറ്റവും കണ്ടില്ല. चारों ओर हो रहे बदलावों से अपने आप बचकर तुम खड़े हो. പല മാറ്റങ്ങളും നാലുപാടും നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പെടാണ്ട്, നിനക്കൊരു മാറ്റവും വരാണ്ട് നീ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. ബച്ചുക്കെ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് നീ നിൽക്കുകയാണെന്ന് പറയാണ്. സർ ഊഞ്ചാ കർക്കെ തും സാലോ സെ ഖടേ ഹുവേ ഹോ. അതും തല ഉയർത്തിക്കൊണ്ടാണ് നീ എത്രയോ കാലങ്ങളായി ജീവിച്ച് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ആ ഫസ്റ്റ് രണ്ട് പാരഗ്രാഫ് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയതാണ്. ഫസ്റ്റ് രണ്ട് സ്റ്റാൻസ ഷോർട്ട് ആക്കിയതാണ് ഇത്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, കവി पेड़ से बता रहा है, आंधी और बारिश की सामना करते हुए तुम सैकड़ों साल से यहाँ रह रहे हो. सूरज और चांद कई बार आते जाते रहे, ऋतुएं बदलते, मौसम बदले, लेकिन तुम अटिक रहे. चारों ओर हो रहे बदलावों से अपने आप बचकर तुम खड़े हो. सर ऊंचा करके तुम सालों से खड़े हुए हो. ഇതിന്റെ നോട്ട് വാട്സപ്പിൽ ഞാൻ ഇട്ടുതരാം. ഇതന്നെ സാധനം. ഓക്കെ, അപ്പം മനസ്സിലാക്കിയാൽ മതി. पेड़ से बोला, पेड़ कवि से बोला, झूठा श्रेय मुहे मुझे, मुहे अല്ല मुझे मत दो, झूठा श्रेय मुझे मत दो. सर झुकाकर गिर कर ही मैं यहाँ जी रहा हूँ. ഞാനിവിടെ തല കുനിച്ചുകൊണ്ടും പല പ്രാവശ്യം വീണുകൊണ്ടുമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. എന്നെ എന്താ ജൂട്ടാശ്രേ, എന്താ എന്നെ ഇങ്ങനെ കള്ളത്രം പറഞ്ഞപ്പോ എന്താ കോംപ്ലിമെന്റ് ചെയ്യണ്ടെന്ന് പറയാണ്. ऊपर ऊपर बढ़ है मेरा, मेरा पत्तों को देख कर मेरा बड़पन और आंकना सही नहीं. ओके, ऊपर उड़ता हुआ मेरे पत्तों को देखता हुआ, അല്ലെ, അത് കണ്ടിട്ട് എന്നെ പറ്റിയിട്ട് തെറ്റിദ്ധരിക്കണ്ട. മേരാ ബഡ്പൻ, ഞാൻ സംഭവമാണെന്ന് ആങ്കൻ സഹി നഹി ഹെ, പുറമെ കാണുന്നത് പോലെയല്ല, എനിക്കും കുറെ പ്രശ്നങ്ങള് ഉണ്ട് എന്ന് പറയാണ്. മേരാ ബഡ്പൻ ക മൂൽ കാരൻ തോ മേരെ ജഡേ ഹെ, അഥവാ എന്റെ അസ്തിത്വത്വം അല്ലെങ്കിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് മേരെ ജഡേ ഹെ, ജഡ എന്ന് വെച്ചാൽ വേരുകളാണ്. മേ മിട്ടി കെ നീച്ചെ സെ നീച്ചെ ജാക്കർ മുझे മജ്ബൂത്ത് ബനാ രഹേ, ഞാന് ആ മണ്ണ് എന്റെ വേരിനെ ഉള്ളോട്ട് കൊണ്ടുപോയിട്ട് എന്നെ സ്ട്രോങ് ആക്കുക ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അഹങ്കരിക്കാൻ ഒന്നും ഇല്ല. എല്ലാം ചെയ്തു തരുന്നത് മറ്റുള്ളവരാണ്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് മറ്റുള്ളവരാണ്. ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ മണ്ണിന്റെ കാരുണ്യത്താലാണ്. ആസ്മാൻ തക് മേരെ ശിഖർ പहुंच चुके, जाई कहां तक व्याप्त है यह कोई नहीं जानता. ये मेरा शिखर तो
मेरा शिकर तो आसमान तक व्याप्त हो चुकी है, यह सब लोग देखते हैं. ഞാൻ എന്താ ആസ്മാൻ എന്ന് വെച്ചാൽ ആകാശം, അവിടെ വരെ മുട്ടിയിരിക്കുകയാണ് മരം. ശിഖർ പहुंची है, അത്ര ആ അറ്റത്ത്. യഹ് സബ് ലോഗ് ദേഖ്തേ ഹൈ, ഇത് എല്ലാരും കാണുന്നുണ്ട് അല്ലെ. ഇത് ബാഹ്യമായിട്ടുള്ള, നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മാനസിക പ്രശ്നങ്ങള് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് എന്തൊക്കെ, ചിലപ്പോൾ അവര് ചിരിച്ച മുഖമായിരിക്കും, പക്ഷേങ്കിൽ അവര് അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ. അങ്ങനെയല്ലേ സംഭവം. യഹ് സബ് ലോഗ് ദേഖ്തേ ഹൈ, ഇതൊക്കെ എല്ലാരും കാണുന്നതാണ്, സംഭവമാണ് അല്ലെ. ഇവന് എന്ത് പ്രശ്നമുള്ള, ഇവന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവൻ എല്ലപ്പോഴും ഹാപ്പി അല്ലേ. പക്ഷെ ഒരാൾക്ക് അവരുടെ ഉള്ളിലത്തെ വിഷമം അയാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ പറയാണ്, നിങ്ങൾക്ക് കാണുമ്പം ഒരു കുഴപ്പവും തോന്നുന്നുണ്ടാവില്ല, വലിയ അല്ലെ, നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു മരാണ്, പക്ഷെ എനിക്കും കുറെ പ്രശ്നങ്ങളുണ്ട്. മഗർ ജഡ് കഹാൻ തക് വ്യാപ്ത് ഹൈ യഹ് കോയി നഹി ജാൻതാ, എന്റെ ആ വേര് എവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നു അത് എനിക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിന്ന് പോകുന്നത്. അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്, ബേസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്ന് പറയാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതി. पत्तों को देखकर मेरा बड़पन को आंकना सही नहीं है, ആ ഇലകൾ കണ്ടിട്ട് ഞാൻ സംഭവമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. मेरे बड़पन का मूल कारण तो मेरे जड़े हैं, वे मिट्टी के नीचे से नीचे जाकर मुझे मजबूत बना रहे हैं. അത്രയും ഉള്ളോട്ട് പോയിട്ട് എന്നെ സ്ട്രോങ് ആക്കി നിലനിർത്തുകയാണ്. आसमान तक मेरे शिखर पहुंच चुके हैं, यह सब लोग देखते हैं, मगर जड़ें कहाँ तक व्याप्त है ये कोई नहीं जानता. रिपीटेड ആണ്. मेरा श्रेय का आधार तो मेरे जड़ें हैं, उनके कारण ही ऊंचे ऊंचे से उठने की क्षमता मुझे मिली. ആ ജഡ് ഉള്ളോണ്ട് ആണ്, ആ വേര് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഉള്ളോട്ട് പോയത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആ ഊഞ്ചെ ഊഞ്ചെ ഉഠ്നെ की क्षमता मुझमें है. जड़ों से दूर होकर जीना न मुमकिन बात है, അഥവാ വേരില്ലെങ്കിൽ, ബേസ് ഇല്ലെങ്കിൽ, ഒരു അടിത്തറ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ പാടാണ്. मौसम के बदलाव जैसे सभी कठिनाइयों से मुझे जड़ों ने ही बचाया है. പല കാലാവസ്ഥയും വന്നു, ചിലപ്പം നല്ല കൊടുങ്കാറ്റാണ്, മഴയാണ്, അപ്പൊ അതൊക്കെ എന്നെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് എന്റെ വേരാണ്. उन जड़ों को बसने की जगह तो मिट्टी ने दी है, ആ വേരുകളെ എന്താ പിടിച്ചു നിർത്തുന്നത് ആരാണ്? മിട്ടിയാണ്, മണ്ണാണ്. ഇവരൊക്കെയാണ് എന്നെ സഹായിച്ചത്, മണ്ണും വേരും. ഓക്കെ, इसलिए मेरा अस्तित्व का पूरा श्रेय तो मिट्टी को ही है. അപ്പൊ എനിക്ക് എന്താണ് ഉള്ളത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മിട്ടി. ओके, मेरा इसलिए मेरा अस्तित्व का पूरा श्रेय तो मिट्टी को ही है. आज हम अपनी संस्कृति और परिवार से दूर हो रहे हैं. നമ്മൾ അതിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിന്റെ തീം ആ ഒരു 2 ലൈനിലാണ്. ആജ് ഹം അപ്നെ, നമ്മളുടെ കൾച്ചർ തന്നെ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മള് എന്താ ഒരു നിലയിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി നമ്മളെ ഫാമിലീനെയും എല്ലാം ഓക്കെ, നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് വേറൊരു സ്ഥലത്തേക്ക് പോണ്ടി വരും. അപ്പം നമ്മളെ ഫാമിലീനെ നമ്മൾ നോക്കണം, എപ്പെങ്കിലൊക്കെ വരണം അല്ലെ, അവർക്ക് എന്താണ് എല്ലാ ദിവസവും വിളിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലേ. ഇപ്പം ചില ആള് ഇപ്പം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നല്ലോണം പഠിച്ച് നല്ല ജോബൊക്കെ കിട്ടി അമേരിക്കയിൽ അങ്ങ് സെറ്റിൽ ആവും. പിന്നെ അവരെ ഫാമിലീനെ പറ്റി, അവരെ അച്ഛനമ്മ, നാട്ടിലുള്ള ആൾക്കാരെ പറ്റി ചിന്തിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ എന്താ പറയാ, വന്ന വഴി മറക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ऐसे करने से शायद हमें उन्नति तो मिलेगी. ഓക്കെ, നമ്മൾ നല്ല പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തുമായിരിക്കും. മഗർ വഹ് സ്ഥായി നഹി രഹേഗ, അതൊരിക്കലും സ്ഥായി ആയിരിക്കൂല, പെർമനന്റ് സൊല്യൂഷൻ അല്ല അത്.
നമുക്ക് പിന്നീട് അത് എന്താ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും അല്ലെ. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അല്ലെ, ഞാനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ. ചില ആൾക്കാര് വൃദ്ധസദനത്തിൽ പോലും നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് വൃദ്ധസദനത്തിൽ പോലും പാരന്റ്സിനെ ആക്കി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ സുഖം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അതാണ് ആജ് ഹം അപ്നി സംസ്കൃതി ഓർ പരിവാർ സേ ദൂർ ഹെ. നമ്മളുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കൾച്ചറാണ്. അത്രയും ഇമ്പോർട്ടൻസ് എന്തിന്, റിലേഷൻഷിപ്പിന്, ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്ന ഒരു കൾച്ചറാണ്. ഇപ്പം ഇത് വെസ്റ്റേൺ കൾച്ചർ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം നമ്മളെ ഇന്ത്യൻ കൾച്ചർ എന്താ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ഓക്കെ, ആ പാരന്റ്സ് ഓക്കെ എന്താ അവര് പഠിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു ചിന്താഗതിയാണ്. ഓക്കെ, അവരെന്റെ പാരന്റ് അല്ലേ, അപ്പൊ അവര് പഠിപ്പിക്കണ്ടേ, അത് അവരുടെ കടമയല്ലേ. അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിലെ കുട്ടികള്. എന്താ ഇപ്പൊ അവിടെ വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാര് കുട്ടികള് പാർട്ട് ടൈം ആയിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊന്നും ഇവിടെ സ്വീകരിക്കില്ല. അവരുടെ എന്താ ചില നെഗറ്റീവ്സ് ആണ് ഈ ഇന്ത്യക്കാര് സ്വീകരിക്കുന്നത്, നല്ലതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നതും ഇല്ല. ഓക്കെ, ऐसा करने से शायद हमें उन्नति तो मिलेगी. ഓക്കെ, നമ്മളെ ലൈഫ് സ്റ്റൈലും ഒക്കെ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുകയാണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈലേ മാറുകയാണ്. പക്ഷെ എങ്കിൽ ഒരിക്കലും അത് സ്ഥായി നഹി രഹേഗ. ഇസ്ലിയെ അപ്നെ ജഡോ കോ, അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം നമ്മൾ വന്ന വഴി അല്ലെ. ആരായിക്കോട്ടെ, ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് തന്ന അല്ലെങ്കിൽ ഒന്ന് സ്വാന്തനിപ്പിച്ച് അല്ലെ, പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ ആളെ പോലും നമ്മള് ഓർക്കണം. ഒരു പ്രശ്നം വന്ന സമയത്ത് അല്ലെ, എല്ലാരും കളിയാക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ് പോട്ടെ സാരമില്ല, അതൊക്കെ ഉണ്ടാവും ജീവിതത്തില്, ശരിയാവും എന്നൊക്കെ പറഞ്ഞ ആളെ പോലും നമ്മള് ഓർക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്നെ ജഡോ കോ പെഹചാൻ കർ ജീനെ കി സലാഹ് പേട് കെ മാധ്യം സേ കവി ദേ രഹാ ഹെ. ജീനെ കി സലാഹ്, നമുക്ക് എങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് അല്ലെ, അത് ഉപദേശിക്കുകയാണ്. എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കേണ്ടത്, ഈ പേട് പോലെ ആയിരിക്കണം അല്ലെ. ഒന്നും സ്വയം ക്രെഡിറ്റ് എടുക്കാണ്ട് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ട് തന്നെ അത് ഇന്നയാളുടെ പരിശ്രമത്തിന്റെ ഫലാന്ന് പറയാൻ പറ്റണം. ഓക്കെ, ഈ ഒരു രീതിയിൽ സാരാംശം എഴുതിയാ മതി. ഓക്കെ, ഇത് ചെറിയ ഷോർട്ട് ആൻസർ എങ്ങനെയൊക്കെയാ ചോദിക്കാൻ നോക്കാം. पेड़ आंधी पानी में भी किस तरह से अपनी जगह खड़ा है. पेड़ आंधी കൊടുങ്കാറ്റ്, पानी में भी किस तरह से अपनी जगह खड़ा है. ഇത് നോട്ടിൽ എഴുതണം കേട്ടോ. पेड़ की जड़ों को उसके आसपास की मिट्टी द्वारा बड़ी मजबूती से पकड़े रखे होने के कारण മിട്ടി മണ്ണാണ് അത് പിടിച്ചു നിർത്തിയത്. അത്രയും കാറ്റും അല്ലെങ്കിൽ മഴ പെയ്തിട്ടും അത് പിടിച്ചു നിൽക്കാൻ എന്താണ് കാരണം? മണ്ണാണ് കാരണം എന്നാ പറയുന്നത്. പേടിക്ക് ജഡവും ജഡം എന്ന് വെച്ചാൽ വേരിനെ ആര് പിടിച്ചു നിർത്തി? മിട്ടി ദ്വാര ബഡി മജ്ബൂതി സ്ട്രോങ് ആയിട്ട് സെ പക്കടേ രക്കേ ഹോനെ കെ കാരൺ പേട് ആന്തി പാനി മേ ബി തൻകർ, നല്ല ഉഷാറായിട്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് ആര് പിടിച്ചു നിന്നുകൊണ്ട്? മണ്ണ് പിടിച്ചു നിന്നുകൊണ്ട് അപ്നി ജഗഹ പർ ഖടാ രഹതാ ഹൈ. അതിന്റെ ആൻസർ സൂരജ് ചാന്ദ് മേ ഓർ ഛാത്രോ ഋതുവോ ക്യാ ക്യാ കാര്യകലാപ് ഹൈ. എന്തൊക്കെ പ്രവൃത്തികളാണ് സൂര്യൻ, ചന്ദ്രൻ അല്ലെ ഋതുക്കള് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സൂരജ് അപ്നി തേജ് ഓർ താപ് സെ സമസ്ത ധരാ പർ ധർത്തി ഗർമി ലാത്താ ഹൈ. സൂരജിന്റെ ഡ്യൂട്ടി എന്താണ്? തന്റെ സൂര്യപ്രകാശം കൊണ്ട് എല്ലാ സ്ഥലത്തും എന്താ ഗർമി ലാത്താ ഹെ, ഒരു ചൂട് ഉണർത്തുകയാണ്. അതുകൊണ്ട് കുറെ ജീവജാലങ്ങൾക്ക് ഉന്മേഷം ലഭിക്കുകയാണ്. ഓക്കെ, അത് ഇലക്ക് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, എന്താ പ്രോസസ് ഫോട്ടോസിന്തസിസ്. ഓക്കെ,
चांद धरती पर शीतलता फैलाता है. चांदिനെ കൊണ്ട് എന്താ ഉപയോഗം? धरती पर शीतलता തണുപ്പ് फैलाता है. मेघ धरती की तप कम करने के लिए वर्षा लाता है. മേഘം എന്താ ചെയ്യുന്നത്? ആ ധർത്തിയുടെ ചൂടിനെ കുറക്കാൻ വേണ്ടി മഴയായിട്ട് പെയ്യാൻ സഹായിക്കുന്നു. ऋतुएं कालावस्थयो समय समय पर मौसम को बदलने का कार्य करती हैं. ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഋതുക്കളും സഹായിക്കുന്നു. ഓക്കെ, സോ എന്തൊക്കെയാണ് ഓരോരാളുടെ ഡ്യൂട്ടീസ് ആണ് ഇതിൽ പറയുന്നത്. സൂരജ് കാ कार्य क्या है? सूरज अपने गर्मी से सबको उन्मेष करते हैं. चांद धरती को शीतलता प्रदान करते हैं. मेघ क्या करते हैं? धरती की वो गर्मी को वर्षा से कम करती हैं. और ऋतुएं समय समय पर मौसम को बदलने का कार्य करती हैं. ഓക്കെ, അപ്പൊ അതിന്റെ ഡ്യൂട്ടീസ് ആണ്, ഓരോന്നിന്റെ ഡ്യൂട്ടീസ് ആണ് സെക്കൻഡിൽ പറയുന്നത്. पेड़ में सहन शक्ति के अतिरिक्त और कौन कौन से गुण है? പേടിൽ എല്ലാം സഹിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അത് കൂടാണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. पेड़ में सहन शक्ति के अतिरिक्त दृढ़ता, अटिकता और संतुलित बने रहने के गुण है. നല്ല സ്ട്രോങ് ആയിട്ട്, ദൃഢമായിട്ട്, അട്ടിക്കത എന്ന് വെച്ചാല് അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ. और संतुलित बने रहने के गुण है. संतुलित बने रहने के गुण है. पेड़ के बढ़ने और जड़ों के धरती में समाने का क्या संबंध है? पेड़ के बढ़ने और എന്താണ് റിലേഷൻ എന്നാ ചോദിക്കുന്നത്. पेड़ के बढ़ने और जड़ों के धरती में समाने का क्या संबंध है? ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? അറിയാലോ, പേട് അത്രയും നിലനിൽക്കണ്ടെങ്കിൽ എന്തും വേണം? നല്ല ഉറപ്പുള്ള വേരുകൾ ഉണ്ടാവണം. पेड़ के बढ़ने और जड़ों के धरती में समाने का संबंध वस्तुतः उस मिट्टी से होता है जो किसी भी पेड़ के पैरों में अर्थात जड़ों में व्यवस्थित होती है. मिट्टी में वास्तव में पेड़ को जीवन दान देती है. इस सब का कारण है मिट्टी. मिट्टी ही इसे पेड़ को खड़े रहने के लिए मजबूत करता है और जड़ों को अपने गोद में लाकर उसे मजबूत कर देता है. മിട്ടി തന്റെ മടിയിലേക്ക് തന്റെ വേരിനെ വലിച്ച് മുറുക്കുകയാണ്. എന്നാൽ മാത്രമേ पेड़ खड़े हो सकता है. पेड़ मिट्टी के अतिरिक्त और किस किस को श्रेय देता है? पेड़ കോംപ്ലിമെന്റ് വേണ്ട, ഇന്ന ആൾക്ക് കോംപ്ലിമെന്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പേട് മിട്ടി അല്ലാണ്ട് വേറെ ആരൊക്കെയാണ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ പ്രശംസിക്കുന്നത്? पेड़ मिट्टी के अतिरिक्त अपनी जड़ों को भी, जड़ मिट्टी മാത്രമല്ല വേരിനെയും अप्रिशिएट ചെയ്യാണ്. क्योंकि किसी पेड़ की जड़ें मजबूत तथा दूर तक फैली होगी तो पेड़ में स्थिरता और दृढ़ता ही बनी रहती है. എപ്പോഴാണോ ഈ ജഡ മജബൂത്ത് സ്ട്രോങ് ആയി നിൽക്കുന്നത്, എന്നാൽ മാത്രമേ ഇത്രയും സ്ട്രോങ് ആയിട്ട് ആ പേടിന് ഇത്രയും കാലം നിൽക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം എന്തിനൊക്കെയാണ് പറഞ്ഞത്? മണ്ണിനെ പിന്നെ വേരിനെയും എന്താ പ്രശംസിക്കുകയാണ്. പേടിനെ ക്യാ സീഖ് പ്രാപ്തി കി ഹെ? പേട് എന്താണ് ഇത്രയും കാലമായിട്ട് പഠിച്ചത്? എന്താ പഠിച്ചത്? പേടിനെ സീഖ് പ്രാപ്തി കി ഹെ കി ജോ മരണ ധർമ്മ होती है वही जीवन दायी होती है. जो दूसरों के लिए मरने के लिए भी तैयार है वो व्यक्ति ही जीवित या जीवनदायी हो सकती है. वही अच्छा व्यक्ति हो सकते हैं. उसी के जीवन में सफलता आ जाती है. അപ്പൊ ഇതൊക്കെയാണ് ഷോർട്ട് ആൻസറിന് ചോദിക്കുക. എസ്സേ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെ എഴുതേണ്ടതെന്ന്. അത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു.